ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. AC വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജിൻ്റെ ഒക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു LG ഇൻവെർട്ടർ ACയുടെ PCB ഇൻഡോർ PCB ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ എന്താണ്, ഇതിൻ്റെ കണക്ഷൻസൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് ഈ ബോർഡൊന്ന് ആദ്യം ഓൺ ചെയ്ത് നോക്കാം. സംഗതി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. റിലേൻ്റെ ഈ പിന്നിൽ നമുക്കറിയാം അതിൽ ഫേസ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ന്യൂട്രൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്യാം. അതെ, പവർ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ ബീപ്പ് സൗണ്ടൊക്കെ കേട്ടെ. നമുക്കത് ഈ ബട്ടണിലൊന്ന് ഓൺ ചെയ്ത് വിടാം. അതെ, ഓൺ ചെയ്തു. ഓൺ ചെയ്ത ഉടനെ സാധാരണഗതിയിൽ ഫാൻ മോട്ടർ വർക്ക് ചെയ്യേണ്ടതാണ്. ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല. CH10 ഈ CH10 കണ്ടാൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ എറർ കോഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഈ ഇൻഡോർ ഫാനുമായിട്ടുള്ള കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇൻഡോർ ഫാൻ വർക്ക് ചെയ്യാത്തതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് നോക്കാം. ഇൻഡോർ ഫാൻ എന്ന് പറയുമ്പോൾ ഇത് DC മോട്ടറാണ്. നമുക്കറിയാം ഈ DC മോട്ടറിൽ സ്വാഭാവികമായിട്ടും ഇതിൽ 5 വയർ വരും. ഇതിനകത്ത് ബ്ലാക്ക് റെഡ് ഇതിൽ 300, ബ്ലാക്ക് ടു വൈറ്റ് 15 വോൾട്ട്, പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വോൾട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക്. അപ്പോൾ ഇത്രയും കണക്ഷൻസാണ് അതിന് വരിക. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ 300 വോൾട്ട് ഈ 15 വോൾട്ടും മസ്റ്റാണ്. അത് ഇതിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓണാവും. ബീപ്പ് സൗണ്ട് കേട്ടു. അപ്പോൾ പവർ ബട്ടണിൽ ഒന്ന് ഓൺ ചെയ്ത് വിട്ടു. ഓൺ ചെയ്ത് വിടുമ്പോൾ സാധാരണ നമുക്കറിയാം, സാധാരണഗതിയിൽ 1 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഫാന് കറങ്ങേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ട് കറങ്ങുന്നില്ല എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ആദ്യം ഇതിൻ്റെ ബേസിക് വോൾട്ടേജ് എല്ലാം കിട്ടുന്നുണ്ടോ നോക്കാം. അതാ മീറ്റർ DC ഇട്ടിട്ടുണ്ട്. കറക്റ്റ് 313 വോൾട്ട് കിട്ടുന്നുണ്ട്. 314 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫാനിൻ്റെ ഇതിലേക്ക് പോകുന്ന, അതായത് ഈ 2 പിന്നുകളിലും 300 വോൾട്ട് കിട്ടുന്നുണ്ടോ, അതായത് 315 വോൾട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടുന്നുണ്ട്. 276 വോൾട്ട്, 310 വോൾട്ട് കൃത്യമായി കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ട്, ഇതിനകത്തൊരു സർക്യൂട്ട് വരില്ല. ആ സർക്യൂട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന വോൾട്ടേജ് നമ്മൾ ഇതേ SMPSൻ്റെ സെക്കൻഡറിയിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടുന്നുണ്ടോ നോക്കാം. ചാനൽ 010 വീണ്ടും വന്നു തുടങ്ങി. ഇവിടെ SMPSൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് 15 വോൾട്ട്. പക്ഷേ ഇവിടുത്തെ ഈ 3ാമത്തെ പിന്നിൽ എത്തുന്നില്ല. എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു SMD ട്രാൻസിസ്റ്റർ വരും. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗിലേക്കാണ് നമ്മൾ ഈ 15 വോൾട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇത് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് വോൾട്ട് കിട്ടണം. ബേസ് വോൾട്ട് കിട്ടുന്നത് ഇവിടെ നിന്ന് വരുന്ന ഈ ഒക്ടോ കപ്ലർ വഴിയാണ്. ഇവിടെ കാണുന്ന ഈ 3 ഒക്ടോ കപ്ലറാണ് ഇതിൻ്റെ ഈ ഫാനിൻ്റെ സ്വിച്ചിങ് സർക്യൂട്ടുകൾ നടത്തുന്നത്. ഇതിൻ്റെ വോൾട്ടേജ്, അതായത് സ്പീഡ് വേരി ചെയ്യണതും സ്വിച്ചിങ്ങും എല്ലാം, ഇതിൻ്റെ അതുപോലെ ഫീഡ്ബാക്ക് പോകുന്നതും ഒക്കെ ഈ ഒക്ടോ കപ്ലർ വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഏത് കംപ്ലൈൻ്റ് ആയാലും മോട്ടർ വർക്ക് ചെയ്യില്ല. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ സെൻറ്ററത്തെ ഇതാണ്. കാരണം നമ്മൾ ആ 15 വോൾട്ട് ചെക്ക് ചെയ്തത് അത് നേരിട്ട് ഇതിൻ്റെ ഈ പിന്നിലേക്കാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്വിച്ചിങ് വഴി നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാറ്റി നോക്കാം. P758 എന്ന് പറയുന്ന ഒക്ടോ കപ്ലർ മെയിനായിട്ട് ചേഞ്ച് ചെയ്തു. അതൊരു 3 ചേഞ്ച് ചെയ്തു. അത് 3 ഇരിക്കുന്നത് 3 നമുക്ക് മാറ്റിവിടാം. അതിനിപ്പോൾ വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് സംശയത്തിന് നിൽക്കുന്നതിനേക്കാൾ 3 മാറ്റി വിടുന്നതായിരിക്കും നല്ലത്. പിന്നെ നോക്കിയപ്പോൾ ഇവിടെ ഒരു PNP ട്രാൻസിസ്റ്റർ വീക്ക് തോന്നി, SMD ടൈപ്പ്. അതൊരെണ്ണം മാറ്റിയിട്ടു. ഇത് നോക്കിയപ്പോൾ അതിൽ കുഴപ്പമില്ല. ഇത് വീക്ക് തോന്നി. അപ്പോൾ അത് ഒരെണ്ണം മാറ്റിയിട്ടിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ വോൾട്ടേജൊക്കെ കറക്റ്റായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്പീഡ് കൂട്ടിയാൽ ഫാന് കറങ്ങുന്നത് കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആ എററും ഇനി ആ എററും വരില്ല.
ഇനിയിപ്പോൾ ഇത് ഇൻവെർട്ടർ എ സി ആയതുകൊണ്ട് കുറച്ച് നേരം ഓടിയാൽ CH05 വരുള്ളൂ. അത് കമ്മ്യൂണിക്കേഷൻ്റെ എറർ നമുക്കറിയാം. ഔട്ട്ഡോറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേ പിന്നെ അടുത്ത സ്റ്റെപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.